2006 ലോകകപ്പിലെ അർജന്റീന സെർബിയ മത്സരത്തിന്റെ 74-ാം മിനിറ്റ്. ആ സമയം ജർമ്മനിയിലെ അരീന ഓൾഷാക്കിയിൽ തിങ്ങിക്കൂടിയിരുന്ന 52,000-ൽ പരം കാണികൾ ഒന്നടങ്കം വല്ലാതെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ഗാലറിയിലിരുന്ന് ഫുട്ബോൾ ദൈവം മറഡോണ തൻ്റെ ഇരു കൈകളും നെഞ്ചിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അതൊരു ഗോൾ സെലിബ്രേഷനോ വിജയാഹ്ലാദമോ ഒന്നും ആയിരുന്നില്ല. മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ഒരു നീളൻ മുടിക്കാരൻ അർജന്റീനയ്ക്കായി പന്തു തട്ടാൻ മൈതാനത്തിലേക്ക് എത്തിയതിൻ്റെ ആവേശമായിരുന്നു. അവൻ്റെ ആദ്യ ലോകകപ്പ് മത്സരമായിരുന്നു അത്. ആ രാജകീയ വരവ് ഒരുപാട് കഥകളുടെ തുടക്കമായിരുന്നു. പിന്നീടുള്ള യാത്രയിൽ പലതും അവൻ സ്വന്തം കൈപ്പിടിയിലാക്കി. ലോകത്തെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാൾ എന്ന ഖ്യാതി നേടിയെടുത്തു. എങ്കിലും ഒരു സമയം വരെ അന്താരാഷ്ട്ര കിരീടം എന്നത് അയാളുടെ കൈയകലെ മാറി നിന്നു. പക്ഷേ എല്ലാം ഒരു സ്വപ്നം പോലെ അയാളിലേക്ക് വന്നു ചേരുകയായിരുന്നു. മാരക്കാനയിലെ കോപ്പയിൽ അയാൾ വിജയ വീഞ്ഞു നുണഞ്ഞു. ലുസൈൽ സ്റ്റേഡിയത്തിൽ തങ്ക അങ്കിയാൽ മൂടപ്പെട്ട അയാൾ ലോക കിരീടം ഒരു കുഞ്ഞിനെ എന്ന പോലെ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി. അങ്ങനെ അയാൾ പൂർണ്ണനായി. എല്ലാം നേടിയെടുത്ത ഫുട്ബോൾ ലോകത്തിന്റെ മിശിഹായായി. അതെ, അയാളുടെ പേര് ലയണൽ ആന്ദ്രേസ് മെസ്സി എന്നാണ്. റൊസാരിയോ തെരുവിലൂടെ പന്ത് തട്ടി നടന്നിരുന്ന ആ കൊച്ചു പയ്യന്റെ കഥ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എന്നാൽ അവന്റെ കാലുകളിലേക്ക് ആ തുകൽപന്ത് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. 1990-കളാണ് കാലഘട്ടം. അന്ന് മെസ്സി കുടുംബത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. സഹോദരങ്ങളായ റോഡ്രിഗോയ്ക്കും മറ്റിയാസിനും മറ്റു കസിൻസിനുമൊപ്പം ഫുട്ബോൾ കളിക്കുകയായിരുന്നു കുഞ്ഞിലിയോ. പക്ഷേ പ്രായത്തിൽ ചെറുതായതുകൊണ്ട് തന്നെ അവന് അധികമൊന്നും ആ പന്ത് കൈവശപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. തനിക്കും ഫുട്ബോൾ വേണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ച് കരഞ്ഞു. സഹോദരങ്ങൾ അവനത് കൊടുത്തതുമില്ല. ലിയോയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്ന അവൻ്റെ മുത്തശ്ശി വൈകാതെ ഒരു ഫുട്ബോൾ അവന് സമ്മാനമായി കൊടുത്തു. ഉറങ്ങുമ്പോൾ പോലും ആ പന്തവൻ താഴെ വച്ചിരുന്നില്ല എന്ന് പല അഭിമുഖങ്ങളിലും ലിയോയുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശി വാങ്ങിക്കൊടുത്ത പന്തും തട്ടി ലയണൽ മെസ്സി റൊസാരിയോ തെരുവിലൂടെ നടന്നു. കാലം ആ പ്രതിഭയെ മൈതാനത്തേക്ക് എത്തിച്ചപ്പോൾ ലോകമെങ്ങുമുള്ള തുകൽപന്തുകൾ അവന്റെ ഇടംകാലിന്റെ ചൂടറിഞ്ഞു. എതിരാളിയുടെ ഗോൾ വലയിലേക്ക് ആ പന്തിനെ തൊടുത്തുവിടുമ്പോഴെല്ലാം ആഹ്ലാദ പ്രകടനമെന്നോണം അയാൾ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ആകാശത്തേക്ക് നോക്കും. അത് അയാളുടെ മുത്തശ്ശിക്കുള്ള ആദരവും പ്രാർത്ഥനയുമാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ മൈതാനത്ത് ലിയോ മായാജാലങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 6-ാം വയസ്സിൽ കളി തുടങ്ങിയ ന്യൂവെൽസ് ഓൾ ബോയ്സ് ക്ലബിനായി 500ഓളം ഗോളുകളാണ് ആ ചെറിയ പയ്യൻ 6 വർഷം കൊണ്ട് അടിച്ചുകൂട്ടിയത്. ദ മെഷീൻ ഓഫ് 87 എന്നാണ് അന്ന് ക്ലബിലുള്ളവരെല്ലാം അവനെ വിളിച്ചിരുന്നത്. അങ്ങനെ തുരുതുരാ ഗോളുകൾ വർഷിക്കുന്ന കുട്ടി ഫുട്ബോളറുടെ കഥകൾ അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലിലുമെത്തി. അന്ന് പരിചിതമല്ലാത്ത ആ ക്യാമറ കണ്ണുകളെ നോക്കി അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലിയോ പങ്കുവച്ചു. ബാഴ്സലോണയ്ക്കായി കളിക്കണം. ആ ആഗ്രഹമായിരുന്നു അവനെ കാറ്റലോണിയയിലേക്ക് എത്തിച്ചതും. 10-ാം വയസ്സിൽ തനിക്ക് പിടിവിട്ട ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന വളർച്ചാ ഹോർമോണിന്റെ കുറവ് പോലും അവനെ ബാധിച്ചിരുന്നില്ല. ഫുട്ബോളും കൊണ്ട് ആ കാലുകൾ മൈതാനത്തിലൂടെ പായുന്നതിലെ മാന്ത്രികത മനസ്സിലാക്കിയതുകൊണ്ടാകണം 2000 ഡിസംബർ 14-ന് സ്പെയിനിലെ ഒരു ടെന്നീസ് ക്ലബിൽ വെച്ച് അച്ഛൻ ജോർജ് മെസ്സിയെയും ഏജന്റ് ജോസഫ് മറിയ മിഗ്വേലയെയും സാക്ഷിയാക്കി അന്നത്തെ ബാഴ്സ ഡയറക്ടർ ചാൾസ് റെക്ലാഷ് കയ്യിലുണ്ടായിരുന്ന ഒരു നാപ്കിൻ പേപ്പറിൽ അവന് വേണ്ടിയുള്ള സൈനിങ് നടത്തിയത്. അങ്ങനെ അവൻ ബാഴ്സലോണയുടെ ട്രെയിനിങ് ക്യാമ്പിലെത്തി. ലാമാസിയ അവനെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്തു. മെസ്സി ക്യാമ്പ് നോവിന്റെ ദത്തുപുത്രനായി. അന്ന് തുടങ്ങി ബാഴ്സയിൽ ചിലവഴിച്ച 20 വർഷത്തിനിടെ ലയണൽ മെസ്സി എത്തിപ്പിടിച്ച ഉയരങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും റെക്കോർഡുകളും അയാൾക്കൊപ്പം യാത്ര ചെയ്തു. ബാഴ്സയ്ക്കായി 5 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയതും 10 തവണ ലാലിഗ കിരീടം സ്വന്തമാക്കിയതും
അയാൾ ബാഴ്സ ജേഴ്സിയിൽ തീർത്ത മായാജാലങ്ങളിൽ ചിലതു മാത്രമായിരുന്നു. കോപ്പ ഡെൽ റേ, ക്ലബ് വേൾഡ് കപ്പ്, യൂറോപ്യൻ സൂപ്പർ കപ്പ്, സൂപ്പർ കോപ്പ ഡെ എസ്പാന, അങ്ങനെ പ്രൗഢഗംഭീരമായ ട്രോഫികളത്രയും ഒന്നിലധികം തവണ ലിയോ ക്യാമ്പ് നൗവിലെത്തിച്ചു. ഒടുവിൽ 2021 അന്ന് സൈൻ ചെയ്ത നാപ്കിൻ പേപ്പർ പോലെ മറ്റൊന്നുകൊണ്ട് കണ്ണുകൾ തുടച്ച് അയാൾ ബാഴ്സയിൽ നിന്നും പടിയിറങ്ങി. ആ ദിവസം ഒരു വേദനയോടെയല്ലാതെ ഏതൊരു കറ്റാലൻ ആരാധകനും ഓർക്കാനിടയില്ല. തൻ്റെ ഫുട്ബോൾ കരിയറിൽ മെസ്സി സ്വന്തമാക്കാത്ത വ്യക്തിഗത നേട്ടങ്ങൾ ഒന്നു തന്നെയില്ല. ലോകത്താരും നേടാത്തത്രയും തവണ ബാലൺ ഡിയോർ പുരസ്കാരങ്ങൾ, ചാമ്പ്യൻസ് ടോപ്പ് സ്കോറർ, മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ, പിന്നെയും ഒരുപാട് നേട്ടങ്ങൾ. ഇതെല്ലാം സ്വന്തം പേരിൽ ഉണ്ടായിരുന്നിട്ടും അർജന്റീനിയൻ ജേഴ്സിയിൽ ഒരു മേജർ ട്രോഫി പോലും സ്വന്തമാക്കിയിട്ടില്ല എന്നത് മെസ്സി എന്ന ഇതിഹാസത്തിന് എന്നും ഒരു കളങ്കമായിരുന്നു. 2005 അണ്ടർ 20 ലോകകപ്പ് കിരീടവും 2008 ബീജിംഗ് ഒളിമ്പിക്സ് കിരീടവും നേടിയിട്ടുണ്ടെങ്കിലും അർജന്റീന സീനിയർ ടീമിനായി ഒന്നും തന്നെ നേടാനാകാത്തവൻ എന്ന പഴി അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ പല ഫൈനലുകളും മെസ്സിയെ കൈയൊഴിഞ്ഞു. ഗോൾ അടിച്ചുകൂട്ടുന്ന ഒരു യന്ത്രമായി മാത്രം അയാൾ കണക്കാക്കപ്പെട്ടു. 2014 ലോകകപ്പ് ഫൈനലും 2016 അടക്കം 3 കോപ്പ അമേരിക്ക ഫൈനലുകളും മെസ്സിക്ക് വേദന മാത്രം സമ്മാനിച്ചു. 2016 കളമൊഴിഞ്ഞു പോകാൻ വരെ അയാൾ തീരുമാനമെടുത്തു. പക്ഷേ അയാളുടെ ഇടംകാലിൽ ഇനിയും പല അംഗങ്ങൾക്കുള്ള ബാല്യം ബാക്കിയുണ്ടായിരുന്നു. അയാളെ ഫുട്ബോൾ ലോകം വീണ്ടും അർജന്റീനിയൻ ജേഴ്സിയിൽ മൈതാനത്തെത്തിച്ചു. തിരിച്ചുവരവിൽ പക്ഷേ പോരാട്ട വീര്യം അല്പം കൂടുതൽ തന്നെയായിരുന്നു. പിന്നീട് ലോകം കണ്ടത് മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. 2021 കോപ്പ അമേരിക്കയായിരുന്നു തുടക്കം. ഫൈനലിൽ ബ്രസീലിനെ അവരുടെ സ്വന്തം കോട്ടയായ മാരക്കാനയിൽ വെച്ച് മുട്ടുകുത്തിച്ച് കോപ്പ അമേരിക്ക കിരീടം അയാൾ അർജന്റീനയിൽ എത്തിച്ചു. 1993 ശേഷം അർജന്റീന നേടുന്ന ആദ്യത്തെ മേജർ ചാമ്പ്യൻഷിപ്പ്. ലോകകപ്പ് പ്രതീക്ഷകൾക്ക് ചിറക് മുളപ്പിച്ചുകൊണ്ട് 2022 ഫൈനലിസ്മ കിരീടവും മെസ്സിയും സംഘവും സ്വന്തമാക്കി. വെംബ്ലിയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരെ മെസ്സിയും കൂട്ടരും അടിയറവ് പറയിക്കുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഈ ടീമിനെ സൂക്ഷിക്കണം. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്കൊപ്പം മെസ്സി കുതിപ്പ് തുടർന്നാൽ ഖത്തറിൽ പുതിയ രാജാക്കന്മാർ പിറക്കില്ല. ആ ആഘോഷരാവ് മെസ്സിക്കും അർജന്റീനയ്ക്കുമുള്ളതായിരിക്കും. പ്രതീക്ഷകൾ അത്രയും ചുമലിലേറ്റി ഫുട്ബോളിന്റെ മിശിഹ ഖത്തറിലേക്ക് വണ്ടി കയറുമ്പോൾ അയാളുടെ മനസ്സിൽ ലോകകപ്പ് നേടുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. ഒടുവിൽ തീ പാറുന്ന പോരാട്ടത്തിൽ ഫ്രാൻസിനെ അടിയറവ് പറയിച്ച് സ്വന്തം രാജ്യത്തിനായി മെസ്സി ലോക കിരീടം സ്വന്തമാക്കി. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ തനിക്കേറ്റ വിമർശനങ്ങൾക്കെല്ലാം കാലത്തിന്റെ കാവ്യനീതി എന്നോണം അയാൾ എണ്ണി പകരം ചോദിച്ചു. കണക്ക് പുസ്തകങ്ങൾ അത്രയും മൂടപ്പെട്ട ആ സന്തോഷരാവിൽ മിശിഹായുടെ പരിവാരങ്ങൾ അയാളെ തങ്ങളുടെ കൈകളിൽ പൊക്കിയെടുത്ത് ആനന്ദ നൃത്തമാടി. എല്ലാം നേടിയവന്റെ പുഞ്ചിരി ലോകം നിറകണ്ണുകളോടെ നോക്കി നിന്ന നിമിഷം. ലയണൽ മെസ്സി അതിരുകൾ ഭേദിച്ചും വേലികൾ തകർത്തെറിഞ്ഞും മുന്നേറുന്ന കളിയാണ് ഫുട്ബോൾ. നിങ്ങൾ അതിലൊരു അധികായനാണ്. ഫുട്ബോളിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായൊരു സിംഹാസനം എന്നും ഒഴിഞ്ഞിരിപ്പുണ്ടാകും. ആകാശത്തേക്ക് കണ്ണുനട്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി നിങ്ങൾ നിൽക്കുന്ന ആ കാഴ്ച ഇനിയും 1000 തവണ മാലോകർ കാണട്ടെ. ആ ഇടംകാലിൽ നിന്നും വശ്യതയാർന്ന മഴവില്ലുകൾ ഇനിയും പിറവിയെടുക്കട്ടെ. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയവന്റെ ആയാസത്തിൽ ഒരിക്കൽ കൂടി ആ അവസാനത്തെ ആട്ടം കാണാൻ ഫുട്ബോൾ ലോകം കൺചിമ്മാതെ നോക്കിയിരിക്കുകയാണ്.